Hello friends, everyone design tips in the video like swagatham. I am Links Jos. അപ്പോൾ ഈ വീഡിയോയിൽ Adobe InDesign ഒരു മാഗസിൻ ഇൻഡെക്സ് പേജ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. മാഗസിൻ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ന്യൂ ഡോക്യുമെന്റ് InDesignൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു PSD ഫോർമാറ്റ് ഡിസൈൻ InDesignൽ പ്ലേസ് ചെയ്ത് ലിങ്ക് വഴി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ആ ഒരു വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് പേജിൽ നമ്മൾ കവർ ഡിസൈൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിലാണ് നമുക്ക് ഇൻഡെക്സ് പേജ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെ സെക്കൻഡ് പേജ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ മാഗസിൻ ഇൻഡെക്സ് പേജ് ചെയ്യുന്നത് മാഗസിൻ ലേഔട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്. കാരണം ഓരോ ആർട്ടിക്കിളുകളും നമ്മൾ ഏത് പേജുകളിലാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് അവസാനമാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാലും ഞാനിതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാഗസിൻ ഡിസൈൻ ആയതുകൊണ്ട് ഇൻഡെക്സ് പേജ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഇൻഡെക്സിന് വേണ്ടിയിട്ടുള്ള ഡെമ്മി ഡീറ്റെയിൽസ് ഇവിടെ നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽസിനെ ഇവിടേക്ക് പ്ലേസ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് ഈ ടൈറ്റിലിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡീറ്റെയിലും കോപ്പി ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഈ പാരഗ്രാഫിൻ്റെ വിഡ്ത്ത് അല്പം കുറച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഡിസൈനിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ഫിൽ കളർ കൊടുക്കാം. കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കളർ കോഡ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് ഇമേജ് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇമേജിൻ്റെ സൈസ് ആവശ്യത്തിന് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു പേജ് നമ്പർ കൊടുക്കാം. ഇതിനെ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് മീഡിയം സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിന് ഒരു ഫിൽ കളർ കൊടുക്കാം. ഇവിടെ റെഡ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ നമ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ ആക്കുന്നുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിനെ ടെക്സ്റ്റ് ബോക്സിൻ്റെ മിഡിലായിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ആർട്ടിക്കിളിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കാം. നമുക്ക് ഈ ഡീറ്റെയിലിനെ സെലക്ട് ചെയ്ത് ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസ് കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ താഴത്തെ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസ് ഒരു 11 കൊടുക്കുന്നുണ്ട്.
നമുക്ക് ഈ റെക്ടാങ്കിൾ ഷേപ്പിൻ്റെ അതേ ലെവലിൽ തന്നെ ഈ ഡീറ്റെയിലിനെ അലൈൻ ചെയ്ത് വെക്കാം. അതിനായിട്ടൂടെ ഡീറ്റെയിൽസിനെ ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജിൻ്റെ സൈസും അല്പം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടേക്ക് ഞാനൊരു ഇമേജിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇമേജിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഡീറ്റെയിലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെക്കാം. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇമേജിൻ്റെ സൈസ് അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് അടുത്ത ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇമേജിനെ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിനെ തന്നെ താഴേക്കും കോപ്പി ചെയ്ത് വെക്കാം. ഇതിൻ്റെ പേജ് നമ്പർ കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡീറ്റെയിലും പ്ലേസ് ചെയ്യാം. ഞാനിവിടെ പ്ലേസിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ D യൂസ് ചെയ്തുകൊണ്ട് ഇമേജിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇമേജിനെ നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ഈ ഡീറ്റെയിലിനെ തന്നെ കോപ്പി ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡീറ്റെയിലിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അടുത്ത ആർട്ടിക്കിളിൻ്റെ ഇമേജിനെയും പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇമേജിനെ നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഇമേജിൻ്റെ ഹൈറ്റ് അല്പം ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇമേജിനെ നമുക്ക് അല്പം മുകളിലേക്ക് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഞാൻ ഈ ഡീറ്റെയിലിനെ താഴേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ആർട്ടിക്കിൾ ഡീറ്റെയിൽസ് കോപ്പി ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഡീറ്റെയിൽസിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് അല്പം മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ഈ ആർട്ടിക്കിൾ ഡീറ്റെയിലിൻ്റെ ഒരു കോപ്പി എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കാം. ഇതിൻ്റെ പേജ് നമ്പേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെയും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഡീറ്റെയിൽസിൻ്റെ സ്പേസിംഗ് എല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാഗസിൻ്റെ ഇൻഡെക്സ് പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻഡെക്സ് പേജ് വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എഡിറ്റോറിയൽ പേജും ബാക്കിയുള്ള പേജുകളും എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിനെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഫയൽ നെയിം കൊടുത്ത് സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.